അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തെയാണെങ്കിൽ, നിങ്ങൾ കാത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു. തൻ്റെ 100-ാമത്തെ വയസ്സിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ അവൻ ശക്തനെന്ന് അബ്രഹാം പൂർണ്ണമായും ഉറച്ചു. വിശ്വാസത്താലും ദീർഘക്ഷമയാലും അവൻ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത്രയും കാലം ദൈവത്തെ കാത്തിരുന്നു. നിങ്ങൾ ഇത്രയും കാലം വിശ്വാസം മുറുകെ പിടിച്ചു. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ മടുത്തു പോകരുത്. നിങ്ങൾ അല്പം കൂടി കാത്തിരിക്കണം. നിങ്ങൾ അല്പം കൂടി വെയിറ്റ് ചെയ്യണം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അവനത് നിവർത്തിക്കും. ദൈവം നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇടപെടും. നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ മറുപടി വരും. അവൻ കതക് തുറന്ന് വേണ്ടുന്നിടത്തോളം നിങ്ങൾക്ക് തരും. ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ കതക് തുറക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നിങ്ങൾ ഉപവസിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങൾ ലജ്ജിക്കപ്പെടുവാൻ അവൻ സമ്മതിക്കുകയില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ സമയം വരുന്നുണ്ട്. നിങ്ങളെ മാനിക്കുന്ന, ഉയർത്തുന്ന ദൈവത്തിൻ്റെ സമയം അത് അതിവിദൂരമല്ല. ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക. സമയം തെറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുക. ക്ഷമയോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കുക. നിങ്ങൾ ലജ്ജിക്കപ്പെടുകയില്ല. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.